കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, അമ്മേ, ഞാനാ പ്രഗ്നന്റ്. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാ. ശാലിനി, അമ്മ, ഇതൊക്കെയാ ഉണ്ടായത്. പക്ഷെ മോളെ, ഇനി അമ്മ തന്നെ പറയും, ഞാൻ ചെയ്തത് തെറ്റാണോ? നോക്ക്, ശാലിനിയുടെ അമ്മയുടെ അല്ല, സത്യം വിടാതെ ജീവിച്ച ഒരു സ്ത്രീയുടെയും അമ്മയുടെയും മറുപടിയാണ് എനിക്ക് വേണ്ടത്. അമ്മ, അമ്മ, അമ്മ പറയും, അമ്മയായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ? നീ ചെയ്തത് തന്നെ ചെയ്യുള്ളൂ മോളെ. എങ്കിൽ നിങ്ങളെ മൂന്നാളും എനിക്കൊരു സത്യം ചെയ്തു തരണം. ഇക്കാര്യം മറ്റാരും അറിയില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അതിനിപ്പോ എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയ. ചേച്ചി, നമ്മളെ പോലെയൊക്കെ ഈ ഭൂമിയിൽ പിറവിയെടുക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും ഒക്കെ അവകാശമുണ്ടതിനും. ആ കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ട പ്രീതിയെ ചിലപ്പോ പഴയതുപോലെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. സമനില തെറ്റി ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിലെ സെല്ലിനുള്ളിൽ. അമ്മ, അമ്മ, പ്ലീസ്. നിങ്ങൾ എനിക്ക് തന്ന വാക്ക് വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങൾ ആരുടെയും നാവിൽ ഇത് വെളിയിൽ പോവരുത്. മോളെ, അപ്പോ നിന്റെ ജീവിതം മറ്റാർക്കെങ്കിലും വേണ്ടി ജീവിക്കുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുമെന്ന് അമ്മ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്തായാലും ഞാൻ വൈകിക്കുന്നില്ലമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കല്യാണം കഴിയുന്നത് വരെ അവിടെ ഉണ്ടാവണമെന്നത് സത്യമ്മയുടെ കൽപ്പനയാ. മോളെ, ഇനി ഇവിടെ നിൽക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ അമ്മ.
അയ്യോ ഈശ്വര. പോയിട്ട് വരാമേ. ക്ഷമേ, ജംഗ്ഷൻ വരെ ഞാനിവിടെ വരാം കുഞ്ഞേച്ചി. വേണ്ട മോളെ, ഒറ്റയ്ക്ക് നടന്ന് ശീലിക്കണം. ചേരേണ്ടത് തമ്മിലാണല്ലോ ചേർക്കേണ്ടത്. കുതിരയും കഴുതയും തമ്മിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കല്യാണക്കുറിയാ. അനുഗ്രഹിക്കണം ശാരദാമ്മേ. ദീർഘായുസിനും ദീർഘസുമംഗലി ആവാനും എല്ലാം ശാരദാമ്മയുടെ സർവാത്മനായുള്ള പ്രാർത്ഥന വേണം. ഏതാനും ദിവസമായി ഇവിടെ തന്നെയാണല്ലോ. സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് ആരുമില്ലേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കണ്ടപ്പോ തറവാട്ടി പറന്ന ഒരാളെ പോലെ തോന്നി. തിരുമേനി ഇന്നാട്ടുകാരനല്ല അല്ലേ? അല്ല, ഞാൻ വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാവും ചിലപ്പോ ഗോപാലകൃഷ്ണൻ അറിയാത്തത്. ചെങ്കോലും കിരീടവും ഇല്ലെങ്കിലും ഗോപാലകൃഷ്ണൻ ഇവിടെ രാജാവായിരുന്നു. അല്ല, എന്നിട്ട് ഈ അവസ്ഥയിൽ? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് അതുണ്ട് തിരുമേനി. വാനപ്രസ്ഥം. 18 അക്ഷൗഹിണിപ്പടയെ തോൽപ്പിച്ച് മഹാഭാരത യുദ്ധം ജയിച്ച പാണ്ഡവർക്കും ഉണ്ടായിരുന്നല്ലോ വാനപ്രസ്ഥം. തിരുമേനി വിവാഹം കഴിച്ചതാണോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഭാഗ്യവാൻ. ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നത് ആ കുടുംബം. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തില കാറും കോളുമുള്ള കടലില് യൗവനം മുഴുവൻ വഞ്ചി തുഴയുന്നത്. കരയ്ക്കടുക്കുമ്പോഴേക്കും പ്രായമായി കൈകാൽ കുഴഞ്ഞിട്ടുണ്ടാവും. ആ കര നമ്മുടേതല്ലെന്നും വഞ്ചിയിൽ കൊണ്ടുവന്നവർ നമ്മുടേതല്ലെന്നും തിരിച്ചറിയുമ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവും. അതിലും നല്ലതാണല്ലോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്നത്. എന്നാലും പ്രശ്നങ്ങളാട്ടോ. ഒറ്റത്തടിയായി ജീവിക്കണമെന്ന് വെച്ചാലും വരുമാനം കഷ്ടി. അമ്പലത്തിൽ പണ്ടത്തെ പോലെ വരുമാനമൊന്നുമില്ല. വരുന്നവരെല്ലാം ഭഗവാനോട് ധനമായി യാചിക്കുന്നത്. എന്നാലും 10 രൂപ ഭണ്ഡാരത്തിലിടാൻ മടി. എത്ര പണമുണ്ടായിട്ട് എന്താ തിരുമേനി? മനുഷ്യന് ജീവൻ നിലനിർത്താൻ ഇതേ വേണ്ടു. ഒരു പിടി പടച്ചോറ്. ആ, അതും ശരിയാ. സ്വാമി ശരണം.
ഏയ്, ആരാ ഇത്? പൊറുക്കണേ ഗോപാലേട്ട, എന്നോട് ക്ഷമിക്കണം. എഴുന്നേക്ക് രാജേശ്വരി. ഗോപാലേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. രാജേശ്വരി, എന്റെ കയ്യിലിനി ദാ ഇതേ ബാക്കിയുള്ളൂ. അമ്പലത്തിൽ നിന്ന് ഔദാര്യമായി കിട്ടിയ ഒരു പിടി പടച്ചോറ്. ഗോപാലേട്ട, പൊറുക്കണേ. തെറ്റല്ല, എനിക്ക് മനസ്സിലായി. ഇനി ഗോപാലേട്ടനോട് സ്വത്തൊന്നും ചോദിക്കില്ല ഞാൻ. ഒരു വിധത്തിലുള്ള ശല്യം പോലും ഉണ്ടാക്കില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഗോപാലേട്ട. ഇത്രകാലം ഗോപാലകൃഷ്ണൻ ഒരു മണ്ടനായിരുന്നു രാജേശ്വരി. ഇനി മണ്ടനാവാൻ എന്നെ കിട്ടില്ല. കൂടെ ജീവിച്ച ഓരോ നിമിഷവും നീ ചെയ്തതിനെല്ലാം ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. എന്റെ സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള ഒരു അഭിനയമായിരുന്നു നിനക്ക് ജീവിതം. ഈ 17 വർഷത്തിനിടെ 17 നിമിഷം പോലും നീ എന്നെ സ്നേഹിച്ചില്ലല്ലോ രാജേശ്വരി. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി ഗോപാലേട്ട. എന്നെ തിരുത്താൻ ഞാൻ തയ്യാറാ. അതല്ല, ഇനി എന്തെങ്കിലും ശിക്ഷ വിധിക്കണമെങ്കിൽ അതും ആവാം. ശിക്ഷിക്കാൻ ഞാൻ ആരാ രാജേശ്വരി? അതിനുള്ള അധികാരം ദാ അതിനുള്ളിലിരിക്കുന്ന ആൾക്കേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാ ശേഷിച്ച കാലം ഈ അമ്പലത്തിലുള്ള ജീവിതം. സ്വർഗമെന്നും നരകമെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഉള്ള ശിക്ഷ ഈ ഭൂമി തന്നെ ഉണ്ട്. അതനുഭവിച്ച് തീർത്തേ പോവാൻ പറ്റും. അപ്പോ ഗോപാലേട്ടൻ ഈ അമ്പലം നടവിട്ട് വരില്ലെന്നാണോ തീരുമാനം? അതെ. എങ്കിൽ എനിക്കൊരു തീരുമാനമുണ്ട് ഗോപാലേട്ട. രാജേശ്വരിയും ഈ അമ്പലവളപ്പിൽ തന്നെ ഉണ്ടാവും. പെണ്ണായതുകൊണ്ട് കൽമണ്ഡപത്തിൽ പടച്ചോറുണ്ട് കഴിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അമ്പലക്കുളം ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും രാജേശ്വരി. അവസാനായിട്ടൊന്ന് കുളിക്കാൻ പോവാ ഞാൻ. ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്താവുമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഗോപാലേട്ടന്റെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ഒരവസരം തരാമായിരുന്നു എന്ന് ഗോപാലേട്ടൻ പിന്നീട് ഒരിക്കലും പശ്ചാത്തപിക്കരുത്. രാജേശ്വരി, 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 ഗോപാലേട്ടൻ വീട്. രാജേശ്വരി, നീ എന്ത് ഭ്രാന്തായി കാട്ടുന്നത്? തടയരുത് ഗോപാലേട്ട. രാജേശ്വരി, ഞാൻ വരാം. നീ വിളിക്കുന്ന എവിടേക്കാണെങ്കിലും കടും കൈയൊന്നും ചെയ്തു കളയല്ലേ. നിങ്ങൾ വാ ഗോപാലകൃഷ്ണ.
17 വർഷം ഞാൻ അഭിനയിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനേക്കാൾ നല്ല അഭിനയം കാട്ടിത്തരാൻ ഞാൻ നിങ്ങൾക്ക്. ദേവി, ഓർമ്മ വെച്ച കാലം മുതൽ നിനക്ക് വിളക്ക് വെക്കുന്നവളാ ശാരദ. ദീനമോ ദണ്ണമോ വന്നപ്പോഴും അത് മുടക്കിയിട്ടില്ല. ഒരു പ്രതിസന്ധി ഉണ്ടായ നീ തുണയാകുന്നായിരുന്നു പ്രതീക്ഷ. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, നിന്നോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിന്നത്. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിപ്പോ ജീവനോടുണ്ടോന്ന് പോലും അറിയില്ല. മൂത്ത മകളെ അവളുടെ ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ട, രണ്ടാമത്തെ അവളുടെ താലിയും അറ്റു വീഴുക നാളെ. അതുകൂടി സംഭവിച്ച അമ്മയുടെയും മക്കളുടെയും 3 താലിച്ചരടും കൂടി നിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടും ശാരദ. ജലപാനമില്ലാതെ നിന്റെ നടയിൽ തന്നെ ഇരുന്ന് സ്വയം ബലിയാകും. ഇത് സത്യം, സത്യം, സത്യം. ശാരദാമ്മേ, ശാരദാമ്മേ, എന്താ ശാന്തിജി? ശാരദാമ്മ ഇവിടെ ഇല്ലേ മോളെ? അകത്തുണ്ടല്ലോ. എന്താ ശാന്തേ? ഒരു വിശേഷമുണ്ട് ശാരദാമ്മേ. ശാരദാമ്മയുടെ ഗോപാലേട്ടൻ തിരികെ വീട്ടിലെത്തി. കുറച്ചു നാളായിട്ട് ആളെ കാണാനില്ലായിരുന്നല്ലോ. ആളെ അന്വേഷിച്ച് പരക്കം പായിക്കായിരുന്നു രാജേശ്വരിയും ബാലേന്ദ്രനും ഒക്കെ. ഒടുവിലൊരു അമ്പലത്തിൽ നിന്ന് ആളെ കിട്ടിയത്. ആളവിടെ ഭജനം ഇരിക്കുമായിരുന്നു അത്രേ. പടച്ചോറ് മാത്രമായിരുന്നു ഭക്ഷണം. മോളെന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ഒറ്റ ഒരാളല്ലേ? പിന്നെ രാജേശ്വരി അയക്ക് വിഷം ചേർത്ത കഷായം കൊടുത്തെന്നൊക്കെ പുറത്തൊരു ശ്രുതിയുണ്ട്. കഷായം കുടിച്ച് വഴി കിടന്ന അയാളെ ആരോ വൈദ്യശാലയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചത്രേ. ആൾക്ക് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അയാൾ റോഡിൽ കിടന്ന് ചാവണമായിരുന്നു. ശാന്തിച്ചി പോ. സാരമില്ല മോളെ, രാജേശ്വരി അയാളെ വളർത്താനൊന്നും അല്ലല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കൈകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണൻ തീരുമെന്ന നാട്ടുകാര് ശാന്തിച്ചിട്ട് പോവാനാ പറഞ്ഞത്. ശാരിക മോളെ, എത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ അച്ഛൻ ആ മനുഷ്യൻ. ഈ പടിക്കൽ വന്നു നിന്ന് മേലാൽ ഇത്തരം വർത്തമാനം പറയരുത്. സോറി മോളെ, എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ സോറി ഒന്നും. ഒന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. അല്ല ഞാൻ ശാന്തേ, ശാന്ത ഇപ്പൊ പോ, നമുക്ക് നാളെ സംസാരിക്കാം. മോളെ, ഞാൻ കാരണല്ലേ അച്ഛൻ
അങ്ങനെയൊന്നും അല്ല മോളെ. ഏത് കാലത്തും അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറഞ്ഞു വരുമ്പോ നമുക്കെന്താ അദ്ദേഹത്തിന് മേലുള്ള അവകാശം? എന്നാലും ഏതോ അമ്പലത്തില് പടച്ചോറിന്റെ കഴിയാന്ന് വെച്ചാ ഞാൻ അച്ഛന്റെ മനസ്സ് അത്രയും വേദനിപ്പിച്ചോണ്ടല്ലേ അമ്മേ? അല്ല മോളെ, അച്ഛൻ അല്പം മനഃശാന്തി ആഗ്രഹിച്ചു കാണും. അല്ല, എല്ലാരും പറയുന്ന പോലെ രാജേശ്വരി അച്ഛൻ എന്തെങ്കിലും ചെയ്യും അമ്മേ? ഇല്ല മോളെ, ഇത്രയും ചെയ്ത രാജേശ്വരിക്കൊപ്പം പോകണമെങ്കിലേ അച്ഛൻ എന്തെങ്കിലും ഉറപ്പുണ്ടാവും. विनोदिनी नंदनुते गिरिवरविंध्य शिरोदिनी वासिनी विष्णु विलासिनी चित्तनुते भगवति हेचिति कंठ कुटुंबिनी भूरि कृते जय जय हे महिषासुरमर्दिनी रम्यकपत्